സാധാരണ ഈ മഴക്കാലം പൊരിഞ്ഞ മഴ പെയ്ത് ഈ സമയത്തൊക്കെ വെള്ളം കയറേണ്ട സമയമല്ലേ? പ്രാഗല്ല, ഇത് അങ്ങനെ പെയ്തില്ലെങ്കിൽ നമുക്ക് വെള്ളം എങ്ങനെ ലഭിക്കും? വെള്ളം ലഭിക്കാത്ത മാത്രമല്ല, ഇത് 2018 19 വെള്ളപ്പൊക്കം ഉണ്ടായതിന്. അപ്പം ആ സമയത്ത് ഇതേപോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എനിക്കെന്താ വെച്ചാൽ എനിക്ക് മറ്റേ ചൂടിൻ്റെ പ്രശ്നമുള്ള ആളാണല്ലോ. എന്ത് കാണിപ്പേര്? അതല്ലടാ, ആ കൊല്ലതേമാതിരി ഇങ്ങനെ ചെറുങ്ങനെ മഴ ചെയ്ത് അന്ന് സംഭവിച്ചെങ്കിൽ കറക്റ്റ് സാധനം ഓർമ്മയുണ്ട്. മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം ഫുള്ള് ഭൂമി വലിച്ചെടുത്ത്, ഭൂമിക്ക് വേണ്ട വെള്ളം വലിച്ചെടുത്ത് അതിനുശേഷം എന്താണ് പിന്നെ പെയ്ത മഴ ഇത് കുടിക്കാനുള്ളൊരു ഇത് വേണ്ടേ? എത്രയെങ്കിലും ഇത് ഭൂമി കുടിക്കുമോ? അതിലങ്ങോട്ട് പണി അങ്ങോട്ട് പാളി. മനുഷ്യന്മാര് നമ്മള് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാനൊന്നും ജനങ്ങൾക്കൊപ്പമാണ്. അത് ഇതിൽ പറയാൻ പാടില്ല. ആൾക്കാരെ ദാഹിക്കും മറ്റേ അല്ലല്ല അല്ല മറ്റേ അതല്ല മറ്റേതിലൊരു ഡയലോഗ് ഉണ്ട്, വെനീസിലെ വ്യാപാരിയില് ജഗതി ഇങ്ങനെ കാലടി, അവൻ്റെ പേരെങ്ങനെയാണല്ലോ, കാലടിക്കും എല്ലാ രാവിലെ വന്നിട്ട്. അപ്പൊ അതിനെ പറയൂ, എന്തിനാ അവസരപ്പെട്ട അങ്ങനെ തോന്നുന്നത്, എന്തിനാ അവസരപ്പെട്ട രാവിലെ തന്നെ വെച്ച് കയറ്റുന്നത്, കാലടിയോ അങ്ങനെ കാലടിക്കാന്നാ പറയാ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈ കുപ്പിയിലേക്ക് നോക്കുമ്പോൾ ഇതിലത്തെ ചാരായല്ല കാണുന്നത്, മുട്ട വറുക്കുന്ന അമ്മിണിയും ആ കുപ്പിയോ, അതിന് വേണ്ടി ഞാൻ അത് കുടിക്കുന്ന പറഞ്ഞാൽ ഈ പൊരിച്ചു വറുത്തത് എന്ത് രസമായിരുന്നു അത്. എന്നിട്ടൊരു അയവറക്കലുണ്ട് മൂപ്പരിയാണ്. എടാ ഇവിടെ റോഡ് പണിയാണോ? ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലെ ബെറാക്സിന്റെ പള്ളിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കളറാണോ? ഇതാ വെള്ളയിലെ വ്യത്യസ്തമായ ഒരു കളർ ഉണ്ട് സാറേ, അത് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് വാങ്ങിയതാട്ടോ. നല്ല പൈസ കൊടുത്തിട്ട് ആ കളറ് പറഞ്ഞിട്ട്, ആ കളറ് മതിയെന്ന് പറഞ്ഞിട്ട് വാങ്ങിയ വണ്ടിയാണ് അതൊക്കെ. അതെ, എനിക്ക് മതി ആ സാധനം വിറച്ചിട്ട്. ഞാൻ ഈ സ്ഥലത്തുണ്ട്. ഇതിനൊരു കഥ ഉണ്ട്, പണ്ടത്തെ ഞാൻ കഥ ഇല്ലേ, നമുക്ക് വ്ളോഗ് കേട്ടാ. ആ കള്ള് ഷാപ്പ് ഇവിടെ ഈ സൈഡിലുണ്ട്. ഇനി ഈ വീട് ഞാൻ പറഞ്ഞേ, അല്ലല്ല ഈ കയറ്റത്തുന്നതാ ഈ വീടില്ലേ, ഈ വീട് ഞാൻ പിന്നെ അന്ന് ആ ഡീൽ ക്യൂ നടക്കുന്ന സമയമാണ്. അപ്പോൾ പെരുമഴ, പൊട്ടി ബിസിനസ്, അങ്ങനെ പെരും മഴയുള്ള സമയമാണ്. നമ്മൾ ഓഫീസ് ഇവിടെ ഈ സ്പേസിലെടുത്തത്. അങ്ങനെ ഈ ഓഫീസിലേക്ക് അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഇത് മുതലാളി എന്നുള്ള ഹുങ്കോട് കൂടി നേരം വൈകും. അപ്പം എൻ്റെ പാർട്ണറുണ്ട്. അതെ അല്ല അങ്ങനെയല്ല, ഞങ്ങൾക്ക് പൊതുവെ നമ്മൾ പഴയ എക്സ്ക്ലൂസീവ് അങ്ങനെ ആ സമയത്ത് അങ്ങനെ പോയാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ അതേപോലെ നേരമൊക്കെ വൈകി ഇങ്ങനെ നൈസായിട്ട് പോകുന്ന സമയം. അപ്പോൾ നമ്മളെ പാർട്ണർ പോകുമ്പോൾ ഭയങ്കര കൃത്യ മനുഷ്യനെ കേട്ടോ, കറക്റ്റ് സമയത്ത് ഇറപ്പാടായിരുന്നു. അപ്പോൾ ഇവന് എന്നിട്ട് ഇന്നവൻ ശകാരിച്ചു ഒരു ദിവസം. അതാണ് അതിൻ്റെ പോയിന്റ്. ഇവൻ പറഞ്ഞു, ഈ ഇങ്ങനെ എൻ്റെ തോന്നിയ സമയത്തിന് വരാനുള്ളതല്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നെ കുറേ ശകാരിച്ചു. പാർട്ണർഷിപ്പൊക്കെ മറന്നു. ഞാൻ പറഞ്ഞു, പാർട്ണേഴ്സ് അതൊന്നുമല്ല, നമ്മൾ പഞ്ചലായാലേ പണിക്കാർ പഞ്ചലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്. ഞാൻ ആകെ വേജാറായി. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഭയങ്കര ടൈം, ഞാൻ പറഞ്ഞു ഇത്ര സമയത്തിനുള്ളിൽ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തേക്ക് വരാൻ പെട്ടച്ച് പായും. ഞാൻ എത്തണ്ടേ ഇനി. അങ്ങനെ ഞാൻ എന്നിട്ട് അതല്ല കറക്റ്റാ. അങ്ങനെ എന്നിട്ട് ഞാൻ ഒരാഴ്ച ഇതേമാതിരി നല്ല സ്പീഡിൽ വരണോ, അന്നെന്തോ നേരം വൈപ്പ് ഇപ്പം എൻ്റെ തൊള്ളകൾ കേൾക്കണമല്ലോ. അത് മേടിച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് അടിച്ചു വിട്ട് വരാം. അത് അബദ്ധം പറ്റിപ്പോയതാ. അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മുമ്പിലൊരു ഓട്ടോറിക്ഷക്കാരുണ്ട്. അപ്പോൾ ബാക്കിൽ ഞാനിങ്ങനെ ആ അപ്രിലാമിൽ എൻ്റെ അത്യാവശ്യം ബ്രേക്ക് ഉണ്ട്. അന്ന് നല്ല ബ്രേക്കുള്ള സമയം. വണ്ടി അല്ല വണ്ടിക്ക് പഴക്കം കുറവല്ലേ, അത്യാവശ്യം നല്ല ബ്രേക്ക് ഉണ്ട്. കഥ മറ്റേത് വർഷവും സ്ഥലവും നീ പറഞ്ഞോ, കഥ ഞാൻ പറയും. അതേപോലെ അതേപോലെ ഈ സാധനം പറയട്ടെ, ഇത് ആളുകൾ അറിയട്ടെ, ഇത്തരം സാധനങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത്. അങ്ങനെ ഞാൻ അടിച്ചു വിട്ട് വരിക. അപ്പം അങ്ങനെ കുത്തനുള്ളൊരു ഇറക്കമുണ്ടല്ലോ. അപ്പം ഈ ഓട്ടോറിക്ഷക്കാരൻ ഇങ്ങനെ സ്പീഡിൽ കയറ്റി ഇങ്ങനെ വളച്ചു പോയി. അപ്പം ഞാൻ ആ വളവ് ഒരു ഇറക്കമാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു പേടി, അങ്ങനെ വളയ്ക്കാനൊക്കെ മഴയും പെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഭയങ്കര സ്ലോയിൽ ഈ സാധനം ഇങ്ങനെ പതുക്കെ എടുത്ത് ഞാനിങ്ങനെ വളച്ചിങ്ങനെ കൊണ്ടുവന്ന്. ഇതൊക്കെ ഇങ്ങനെ പതുക്കെ
മഴ കേറ്റോ ഇറക്കെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഉം. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ചെയ്യുന്ന കാര്യങ്ങളും ഇതുമായിട്ട്. അല്ലല്ല ഉള്ള കാര്യ ഞാൻ ഇത് കഥ പറയാൻ തീർക്കട്ടോ അത് ആൾക്കാർക്ക്. അതിന്റെ ഉള്ളിൽ കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ അല്ല എനിക്ക് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിങ്ങനെയാണ്. ഇത് ഞാൻ മറ്റേ ഹനാൻഷാൻ്റെ വീഡിയോ കണ്ടിട്ട് ഹനാൻഷാൻ്റെ വ്ളോഗ് പോലെ എല്ലാവരും 30-40 മിനിറ്റിൻ്റെ വലിയ വീഡിയോസ് അയക്കും, എല്ലാവരും കാണണം. നല്ല സ്റ്റോറീസാണ്. ഞങ്ങളുടെ ലൈഫിൽ നിന്നും ചീന്തിയെടുത്ത ടിഷ്യൂ പേപ്പറിൽ നിന്ന് ടിഷ്യൂ വലിച്ചാൽ വരുന്ന പോലെ ഓരോ കഥകളുണ്ട്. നമ്മൾ ഇങ്ങനെ പറ്റിയ അബദ്ധങ്ങൾ നല്ല അടിപൊളി. അങ്ങനെ ഞാൻ അതെ അതെ മിക്കതും 90% അബദ്ധങ്ങളോ 10% റിയാലിറ്റി. അത് ഞാൻ എന്നിട്ട് ഈ ഇതെനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ അങ്ങനെ ഓട്ടോറിക്ഷക്കാരൻ വളച്ചാൽ പണി വാളുന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ പിടിച്ച് ഇങ്ങനെ വളച്ച് വരുമ്പോണ്ട് ഒരു ചെക്കൻ എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സല്ല, ഒരു 4-3 വയസ്സ്, ഒരു 4-5 വയസ്സുണ്ടായിരിക്കും. അങ്ങനെ ഒരു ട്രൗസർ ഇട്ടിട്ട് ഒരു നീല വര ട്രൗസർ. അത് ഇറക്കാണല്ലോ, വെള്ളം ഒഴുകി വരുന്ന സാധനമാണല്ലോ. അതിന്മേൽ ഇരുന്നപ്പോൾ വീണു പോയതങ്ങനെ. എന്നിട്ടുണ്ട് ഇങ്ങനെ ചന്തിമേൽ നിരങ്ങി ഇങ്ങനെ വരുന്നത് അതിൻ്റെ താഴത്തേക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ വെച്ചാൽ, അല്ല അതിന് മുമ്പ് എന്തോ ഒരു മൊന്ത പോലത്തെ ഒരു സാധനം വന്ന് അതിൻ്റെ ബാക്കിൽ ചെക്കൻ വരുന്നത്. ആ മൊന്ത വന്ന് ഞാൻ ബ്രേക്ക് ഇട്ട് ഞാൻ നോക്കുമ്പോൾ ചെക്കൻ വരുന്നത്. ചെക്കൻ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ നീൻ്റെ അമ്മ വരുന്നത്. അമ്മ വന്ന് അതിൻ്റെ ബാക്കിൽ നീൻ്റെ അച്ഛനും വരുന്നത്. 3 ആൾ നിരന്ന് വന്നിട്ട് റോട്ടുമേൽ. എന്നിട്ട് കോമഡി എന്താ വെച്ചാൽ ഈ ചെക്കനും ഒന്നും പറ്റിയില്ല, അച്ഛനും ഒന്നും പറ്റിയില്ല. ഈ അമ്മേൻ്റെ ഫുള്ള് തോല് കാലിൻ്റെ ഈ ചെക്കനെ എന്തോ പറ്റിയെന്നുള്ള പേടിക്ക് വന്നിട്ട് എടുക്കുകയാണല്ലോ. മൂപ്പത്തി കൊണ്ട് എടുത്ത് ഞാനും വണ്ടി സൈഡാക്കി പോയി ചെക്കനെ നോക്കി. ഓനൊരു കുഴപ്പമില്ല. ഞാൻ നോക്കുമ്പോൾ ഫുള്ള് വെള്ളം അങ്ങനെ ഒഴുകല്ല സൈഡിൽ കൂടെ. അതിൽ ഫുള്ള് ബ്ലഡ്. ഇത് എവിടുന്ന വരുന്നത് മനസ്സിലാവുന്നില്ല. EMIക്കും പേടിച്ച്. EMI എന്നിട്ട് എന്താ ചെയ്യണം അറിയോ? ചെക്കനെ നോക്കുക, എവിടെയാണോ പൊട്ടിയത് ആ ഒരു സാധനം നോക്കുക, എവിടെയാണ് പൊട്ടിയത്, എന്താ പരിക്കുന്നുള്ളത്. ഫാദർ എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ EMIൻ്റെ കാലുമെന്നാണ് വരുന്നത്. പിന്നെ അങ്ങനെ ഒരു ലേഡി ആയതുകൊണ്ട് വേഗം ഉള്ളിൽ പോയി നോക്കിയിട്ട് ഞാൻ അങ്ങനെ ചോദിച്ചു എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ആ ചെറുങ്ങനെ പരിക്കുണ്ട്, ഞാൻ വണ്ടി എടുത്ത് പോയോക്കട്ടെ പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത്. അല്ലടാ ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകാനായിരിക്കും. അങ്ങനെ ആ വളവിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഇനി. പിന്നെ അതേമാതിരി ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഷോർട്ട് കട്ട് അടിച്ച് പോലെ അവിടെ ആ കോഴിപ്പീടേൻ്റെ അവിടെ നിന്ന് കയറിയിട്ട് നേരെ അമ്പലത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ ജുനൈദ് ഇങ്ങനെ എപ്പോഴും എന്നോട് പറയുന്നുണ്ട്, ഇവിടെ നമ്മളെപ്പോഴെങ്കിലും വെക്കും. അതേമാതിരി ഒരു പ്രാവശ്യം ആക്സിഡൻ്റ് അല്ല, വീണുപോയി. ടയർ ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇവനിങ്ങനെ അന്ന് പ്രവചിച്ച ആ സാധനം കറക്റ്റ് നടന്നിരുന്നു. ഏതാണ് ഒരു അല്പേ പഴയ S-Class ആണ്, എന്നാലും അവൻ്റെ വരുത്ത് കണ്ടു കഴിഞ്ഞാൽ പുതിയ മെയ്ബാക്ക് കയറുന്നത്. GLS പഴയതാ. അത്രേ ഉള്ളൂ. പുതിയതിനെക്കാട് ചിലവുണ്ടാവും. പുതിയ ഹൈബ്രിഡ് അല്ലേ അപ്പം ക്ലൂസ് കാണിച്ചോട്ടെ, പ്രശ്നമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഗൈസ് നമ്മളും ഇതേപോലെ S-Class ഇരുന്ന് വ്ളോഗ് ചെയ്യണം. എടാ ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരാണ് ഈ ജേക്ക് പോളിൻ്റെ ഒക്കെ ആ സാധനം കണ്ടില്ലേ വ്ളോഗ് പഴയതും പുതിയതും എടുത്തിടുമ്പോൾ. ഞാൻ കുറേ മുമ്പ് ഗൈസ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നോക്കി അങ്ങ് കാണാം. എന്ത് അറിയോ, പേടിപ്പിക്കല്ലോ മോനെ. ഒരു ഓട്ടോറിക്ഷയുടെ പുറകിൽ ഒരു സ്കൂട്ടറുകാരൻ തട്ടിയിരിക്കുന്നു. നോക്കി നിന്നിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാനല്ല. ഓട്ടോറിക്ഷയ്ക്ക് ഒരു പരിക്കില്ല. എടുക്കുക പോവുക, ബ്രേക്ക് ഇടല്ലാണ്ട് ഓട്ടോറിക്ഷക്കാരന് വകുപ്പില്ല. ഈ ശ്രദ്ധിക്കണം. നിൻ്റെ ബാക്കിൽ വന്ന് കുത്തിച്ചാൽ കണ്ണിട്ടപ്പം ഞാൻ പൊട്ടിക്കും. ആക്രമിക്കും ഞാൻ എൻ്റെ വണ്ടിക്ക് ഇടിച്ചാൽ കേട്ടോ. എന്തോ നിങ്ങൾ സൈഡിലേക്ക് വല്ലാണ്ട് സൈഡിലേക്ക് ഓട്ടോറിക്ഷക്കാരൻ എന്ത് അല്ല മോനെ, നമ്മൾ ലോക്കായി. ഇതെന്തിനാ സാർ ഇത് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്? വൈ ഇവിടുത്തെ ബ്ലോക്ക് തീരുമാനമാവുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ ദാറ്റ്സ് ഗുഡ്. എന്നാൽ സൊല്യൂഷൻ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അതല്ലാത്ത പക്ഷം യാ അപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാ അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ ബറാക്സിലെ പണ്ട് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഇത് എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചതാ. പള്ളി പുതുക്കി പണിയാ, കുരിശെടുത്ത് നിലത്ത് വെച്ചിട്ടേ ആൻറ്റി ക്രൈസ്റ്റ് കുരിശ് തല ഉദ്ദേശിച്ചെന്ന് പോയി നോക്കി ഒരു നായിനെ തുറന്നിട്ട് ഓടിയ മറ്റേ ഹൈവേൻ്റെ സൈഡല്ലേ, അതിൻ്റെ മുകളിലേക്ക് ഓടി സൈക്കിളും കൊണ്ട് കയറിയപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരന് പോയി ചാമ്പി. ഓട്ടോറിക്ഷക്കാരൻ പെഡലി നോക്കി ഒന്ന് പൊട്ടിച്ച്. ഫസ്റ്റത്തെ അതായിരുന്നു എൻ്റെ ആദ്യത്തെ പുറത്തുനിന്ന് ഒരാൾ പെഡലിക്ക് കൈ വെക്കുന്നത് ആദ്യമായിട്ട്. പിന്നീട് അങ്ങോട്ട് കൈയെടുക്കാൻ പിന്നീട് നാട്ടിൽ പറഞ്ഞാൽ നാട്ടുകാരുടെ കയ്യും എൻ്റെ പുറവും നല്ല കോമ്പിനേഷനാണ്. എൻ്റെ കാക്കൂർ, അത് കാക്കൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്.
എൻ്റെ അഭിമാനം ഒരു നേടി. നന്മണ്ട അന്ന് ഇപ്പൊ മറ്റേ എവിടെ പോയില്ലേ ഞാൻ നമ്മള് കോർണേഷന്റെ അവിടെ ആ അവിടെ പോയിട്ട് നല്ല അടിപൊളി കോഴീസ് ഉണ്ട് കേട്ടോ. അടിപൊളി നല്ല രസമുള്ള കോഴിക്കറുപ്പ്. യെസ്, ഓക്കെ, അത് നമുക്ക് വ്ളോഗിൽ പറയാം. ഏതാ ഷോപ്പിൻ്റെ പേര്? പ്രൊമോഷൻ ആയിക്കോട്ടെ. ഇതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്തരം പ്രൊമോഷനുകളും ചെയ്തു കൊടുക്കും ഭാവിയിൽ അല്ലേ. നമ്മളിങ്ങനെ നല്ല എടാ 1 കോടി എൻ്റെ കൈമേലുണ്ടെങ്കിൽ 50 ലക്ഷം ആരുതാ എൻ്റെത്. എൻ്റെ 1 കോടി ഇല്ല, അതുകൊണ്ട് 50 ലക്ഷം എങ്കില്ല. എൻ്റെ അടുത്തൊന്നുമില്ല അത്. അതെ, എൻ്റെ ഇല്ല, അതുകൊണ്ടെങ്കില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇത് നമ്മൾ ആദ്യം മാറും കേട്ടോ. ഇത് ഇങ്ങനെ ഇത് മാറിയിട്ട് എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ പബ്ലിക്കിലൊക്കെ പോയിട്ട് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനല്ലേ അലമ്പുണ്ടാക്കുന്ന പരിപാടി ആ ലെവലിൽ എത്തണം. എനിക്ക് ആ പ്രശ്നമുണ്ട്. ആൾക്കാരുടെ ഹലോ ഗായ്സ് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എടാ ഞാൻ ഇൻസ്റ്റയിൽ വിഷ്വലൈസ് ചെയ്ത് നോക്കിയത് അയ്യാകലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സാധനം പഠിക്കും, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ ചവിട്ടി എടുക്കല്ലേ, പെട്രോളില്ല, തീരും. ഞങ്ങൾ ഇപ്പം കുറച്ച് ഞെരുക്കത്തിലാണ്. ഇപ്പം ഞങ്ങളെ ബെൻസ് കുറച്ച് ഞെരുക്കത്തിലാണ്. ബിസിനസ്സുകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. തേങ്ങ ഓഫ് സീസണാണ്, മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എക്കോണമി സ്പീഡിലാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നടന്നു പോകുന്നത്. എടാ അതേത് വണ്ടി? സ്ലാവിയ. ഓക്കെ, സ്ലാവിയ അല്ലേ RS ഇറങ്ങിനെ? സ്ലാവിയാണോ റാപ്പിഡാണോ RS? റാപ്പിഡ് RS, VRS അല്ല RS അല്ലേ? ഒന്നുമില്ല, അതിൻ്റെ തൊണ്ടൂരി മാറ്റിയിട്ട് എല്ലാവരും പറഞ്ഞ് അത് അങ്ങനെ ഒരു സാധനം. തൊണ്ടൂരി മാറ്റിയ ഓടി അല്ലേ? ഓടി സെറ്റപ്പ് അല്ലേ? ഓടിയല്ലേ ധോണിന്ന് അല്ലേ BMW? ഓടിയാ? ഓല് എന്താ പറയുക, അപ്ഡേഷൻ വരാത്ത എന്താ അറിയോ? ഓല് അന്ത അപ്ഡേഷൻ ഇല്ല. ഓല് 92 ഇറക്കിയ കാറിലാണ് പുഷ് ഉണ്ട്. അത് ഇത് BYD ഞാൻ ചോദിച്ചേ. അതേതാ വണ്ടി? അത് നാട്ടിലെല്ലാവർക്കും നല്ല കാറുണ്ടല്ലോ പൈസക്ക്, നമുക്ക് മാത്രം എന്താ അങ്ങനെ? ഇല്ല, അങ്ങനല്ല. ഇവരൊക്കെ കയ്യിൽ പൈസ ഉണ്ട് അല്ലേ? നമ്മളിലുണ്ട്, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് പബ്ലിക്കിൽ പോകുന്നൊരു സാധനം ആയതുകൊണ്ട് കൂട്ടരെ നിങ്ങൾ ഇതിൻ്റെ ഒരു അപ്പോൾ ഇല്ല ഇത് അല്ല, അത് കാണിച്ചു കൊടുക്കട്ടല്ലേ. ഇത് അയ്യോ, ഇത് ഫുള്ള് ഇങ്ങനെയാണുള്ളതാണ്. ബെറാക്സ്, ഇതാണ് ബെറാക്സിൻ്റെ. അല്ലല്ല, അങ്ങനെയല്ല. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ബെറാക്സിൻ്റെ മതിൽ. ബെറാക്സ് ഞാൻ പറഞ്ഞ നേരത്തെ മിലിറ്ററി സെറ്റപ്പിൻ്റെ മതിൽ സൈഡ്. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി അപ്പം വെടിയുള്ളൂ. അങ്ങനെയാണ് എന്നെ എല്ലാവരും പറഞ്ഞ് വെടിപ്പിച്ചേക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഒന്ന് സ്ലോ ആക്കണേ, ചേച്ചീനെ വെട്ടിക്കണ്ട. സ്ലോ. ഇതാണ് ഞാൻ പണ്ട് പറഞ്ഞ ഈ സാധനം, അതായത് പള്ളി എന്ന് പറഞ്ഞിട്ട് തലവെട്ടി. സംഭവം എന്താ വെച്ചാലേ, ഇത് സംഭവം എന്താ വെച്ചാൽ പള്ളി മാറ്റിപ്പണിയാ, പുതുക്കി പണിയാ. അതിന് അതായത് മെയിൻ കുരിശൊക്കെ പോലെ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രോപ്പറായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പക്ഷെ ഇത് എന്താ വെച്ചാൽ അതിൻ്റെ സൈഡിലുള്ള ജാളികളൊക്കെ ഉണ്ടാവുമല്ലോ പഴയ, അതെടുത്ത് മാറ്റി വെച്ചാൽ. ഇനി അടുത്തത് ഒരു ഗംഭീര സ്പോട്ട് നമ്മളാ കണ്ടുപിടിച്ചതെന്ന് പറയാമല്ലോ വേണമെങ്കിൽ. കോഴിക്കോടിൻ്റെ ഒരു മിനിറ്റേ, ഓക്കെ ഗൈസ്, കോഴിക്കോടിൻ്റെ ബീച്ചിൻ്റെ ഹൃദയഭാഗത്ത് ഞങ്ങൾ ഒരു സ്ഥലം കണ്ടുപിടിച്ച്. ഒടുക്കത്തെ കാറ്റ്, പറന്ന് പോണ ടൈപ്പ് കാറ്റടിക്കണേ. ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് മാപ്പ് എന്ന് പറയും? അതല്ല നമ്മൾ പോകുന്നാന്ന് ചോദിച്ചത്. എൻ്റെ ഈ എങ്ങോട്ടാ വിടണമെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. മറ്റേ ഗേറ്റിൻ്റെ കൂടെ കയറിക്കും നമ്മൾ അന്ന് കയറിയ സ്ഥലം. അതൊരു അടിപൊളി. അത് ക്യാമറയിൽ ഞാൻ ഷൂട്ട് ചെയ്ത സാധനം ഞാൻ നോക്കി, പക്ഷെ അതിനത്ര ആ ഒരു ഭംഗി അങ്ങോട്ട് നമ്മൾ കണ്ട ഒരു സാധനം ഉണ്ടല്ലോ, അത് കുറച്ച് നേരത്തെയാണ്. പടക്കങ്ങൾ അയ്യോ പറയാൻ പാടില്ല, സെൻസർ. ഓക്കെ, പീപ്പ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവട്ടോ, ഇതൊക്കെ റോ ആണ്. ഈ വഴിയാണോ?
ഇതേതാ വഴി? മൈ ഗാഡ്, ഇതേതാടാ വണ്ടി? ഏതാ? EV ആണല്ലോ, ട്രക്ക് EV. വാവ്. ലോകം KSRTCന്റെ ബസ് EV വന്നോ? ഏയ് ഈ സ്ഥലം കയറിടാ. ഇതിപ്പോൾ ഏകദേശം ഇഞ്ചി, ഇത് ഇഞ്ചി ഉണ്ട്, മറ്റേതാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, ട്രെയിന് പോകുന്നതിൻ്റെയാ? ഓ, അടിപൊളി സ്ഥലം കേട്ടോ, നല്ല ഇപ്പം ഒരു ആംബിയൻസ് ഉള്ള റെയിൽവേ ക്രോസ്. കോഴിക്കോട് ഇങ്ങനെ ഒരു ലെവൽ ക്രോസ് ഇല്ല. ഇത് ശരിക്കും നമ്മൾ വ്ളോഗ് മറ്റേ സാധനത്തിൽ എടുക്കേണ്ടിയാണ് കേട്ടോ, എന്നാലും ഇങ്ങനെ അപ്പം ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ തിരിക്കാനുള്ളൊരു വകുപ്പില്ലല്ലോ ഗൈസ്. ഇത് സെറ്റ് ഇങ്ങനെ ഇത്ര ആംബിയൻസ് ഉള്ളൊരു ഇവിടൊക്കെ കുടുങ്ങിയാൽ നമുക്കൊരു സമാധാനമാണ്. ഏത് വണ്ടി ഓഫാക്കണ്ട, ആരത് ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ഈ തിരക്ക്? അല്ല, ഷോറൂമിലേക്കാ, സർവീസിന്. ഓക്കെ, എന്നാ ഞാൻ ക്ഷമിക്കാം. എന്നെ കുറിച്ച് കാണില്ല, ഇങ്ങനെ അല്ല കുറച്ചുണ്ട്. ഈ മറ്റേ ഇവ ഇൻട്രോവേർട്ടാട്ടോ. നമുക്ക് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരെല്ലാവരും തൂഫാനിൽ പിടിച്ചെടുത്താലോ? നല്ല. എന്നിട്ട് ഏതോ ഒരു ബ്ലോഗർ അതിനെന്തോ ചെയ്തിട്ട് അവൻ അഡിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളങ്ങനെയല്ല, കുറേ പണ്ട് നാട്ടിലൊരു കഥ ഉണ്ട്, മറ്റേ ആളെ പേരും അറിയില്ല, പഴയ കേസ്, ഹാൻസ് വെക്കിയ. ഞാൻ എറണാകുളം പഠിച്ചത്, അത് അടിപൊളി സ്റ്റോറി കേട്ടോ. ഞാൻ എറണാകുളം പഠിച്ചത്. അപ്പോൾ എറണാകുളം വരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുകയില വിൽപ്പനക്കാരുണ്ട് ഇനി നമ്മളെ നാട്ടിൽ. അപ്പം ഇത് ഓൾറെഡി ആൾ പരിപാടിയൊക്കെ നിർത്തി, കുറേ കേസൊക്കെ അതിന് ഉള്ളതുകൊണ്ട് അങ്ങനെ 2 ദിവസം മുന്നേ അവിടെ ഇറക്കി കൊടുത്തിട്ട് ആണ്. ഓക്കെ, അങ്ങനെ മൂപ്പര് ഒരു പ്രായമുള്ള ആളാണ്. അപ്പോൾ ഇയാളിത് അവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ പരിപാടി ഉണ്ട്. എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്നിട്ട് ഹാൻഡ്സ് ഒക്കെ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ഹാൻഡ്സ് നിരോധിതമാണ്, എന്നാലും ഹാൻഡ്സ്, കൂൾ ലിപ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. അപ്പം 1-2 തവണ ഇയാൾക്ക് വാണിംഗ് കൊടുത്താന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ ഓരോരുത്തരൊക്കെ പോകുമ്പോൾ അങ്ങനെ എന്തോ കോഡൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കത് ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് വാങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് നമുക്കറിയില്ല പരിപാടി. അങ്ങനെ ഒരു ദിവസം പോയിട്ട് ഒരു ചെറിയ ചെക്കനാണ്, ചെറിയ ചെക്കനാണ്, ഇതുവരെ കാണാത്ത ചെക്കൻ പോയിട്ട് ചോദിച്ചാലോ, ഇക്കാക്ക ഹാൻസ് ഉണ്ടോ എന്ന്, നിങ്ങൾക്ക് എത്ര പാക്കറ്റ് വേണമെന്ന്. പോലീസ് വണ്ടി സൈഡാക്കിയിട്ട് എല്ലാ പാക്കറ്റും എടുത്ത് വണ്ടിയിലിട്ടുണ്ട്. അല്ല, ഒരു ടോപ്പ് കോമഡി ഉണ്ട്. ആ പേടി ഇടിച്ച് ലോറി ഇടിച്ച് ഓർമ്മയില്ലെങ്കിൽ, ആ ലോറി ഇടിച്ചിട്ട് ഫുള്ള് ലോറി ഇടിച്ചിട്ട് അങ്ങനത്തെ ഒരു ടേണിംഗ് ആണല്ലോ അത്. അന്നത്തെ എന്തത് ലോട്ടറി. ഭാഗ്യം ഉണ്ടായി ഞാൻ ഇവൻ്റെ ഒക്കെ പേര് നടക്കുമെന്ന്. നല്ല ഭാഗ്യം ഉണ്ടായി ഇവൻ്റെ ഒക്കെ പേര് നടക്കും. ഞാൻ നമുക്ക് എവിടെയെങ്കിലും ഒരു കെടിയിൽ കുറച്ച് പെട്രോൾ അടിക്കട്ടോ, കുറച്ച് പെട്രോൾ. അതിൽ വണ്ടിക്കൊരു പ്രന്യാസം വരും. മുതലാളി ഇങ്ങനെയല്ലല്ലോ എന്ന്. ഇന്നലെ ചെക്കന് പെട്രോൾ ഇല്ല. ഞാൻ ഇന്ന് അടിച്ച് കുറച്ച്, ഞാൻ എൻ്റെ അങ്ങോട്ടേക്ക് വരുമ്പോഴല്ലേ അടിച്ചത്, അല്ലേ രാവിലെയോ? രാവിലെ അല്ല, എൻ്റെ അങ്ങോട്ട് വരുമ്പോഴാണ് അടിച്ചത്. സാധനം ഉണ്ടാവും എന്നാലൊരു ഇതെന്താ മോനെ, ഇത് ഇവരെ വണ്ടി ഓഫാക്കിയിട്ടിട്ട് എല്ലാവരും പൂട്ടിയിട്ട സ്ഥലമാക്കാനാണോ അത്? അല്ല, റെയിൽവേ ഗേറ്റ് അല്ലേ പ്രശ്നം? ട്രെയിനൊന്നും പോകുന്നത് കാണുന്നില്ല. റെയിൽവേ ക്രോസ് അപ്പുറത്തേക്കാ. അതാ ഓക്കെ. ഇവിടെ ഒരു അമ്പലല്ലേനോ പഴയ കർമ്മം ചെയ്യുന്ന? ഓക്കെ. ഗായ്സ്, ഇത് വരക്കൽ അമ്പലത്തിന്റെ ഏതോ ഒരു ഭാഗത്താണ്. ഏതോ ഒരു പൊലച്ചയ്ക്ക് ഇവിടെ എന്തോ ഒരു പരിപാടിക്ക് വന്ന എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ എന്തോന്നിന് വന്നിട്ട് ഇവിടെ ഒരു ചായ കുടിക്കാനൊരു സ്ഥലത്തിരുന്നൊക്കെ ഓർമ്മയുണ്ട്. ഞങ്ങള് മറ്റേ അച്ഛൻ മരിച്ചില്ലേ, അച്ഛൻ മരിച്ചിട്ട് അതിനോ അമ്മമ്മ മരിച്ചതിനോ കർമ്മം ചെയ്യാൻ വന്ന നല്ല കോമഡി ഉണ്ടേനി. അവിടെ ഒരാളുണ്ടാവും ഇത് ചെയ്തിട്ട് നമ്മളോട് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കണേ. ഇവര് ഭയങ്കര ഈഗോ ആണല്ലോ ഈ കർമ്മികൾ പരസ്പരം.
കോമ്പറ്റീഷൻ ആ അന്ന് ഭയങ്കര കോമ്പറ്റീഷൻ. എനിക്ക് ഈ ചെയ്യുന്ന അപ്പം നമ്മളെ കൂടെ ഒരാളുണ്ട്. അപ്പോൾ ഇയാൾ ഇവിടുന്ന് എന്തോ ഒരു, അതായത് അവിടെ അങ്ങനെ സ്ഥലം ഒരുക്കിയിട്ടുണ്ടാവും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സ്ഥലത്ത് നിന്നല്ലാണ്ട് ഇങ്ങനെ അവിടെ ആ സ്ഥലം ഒരുക്കി എന്താ വെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് ഇതാക്കിയിട്ട് ചെയ്യണം. അതൊരു കോമഡി ആയിട്ട് പറയല്ലോ കേട്ടോ, അന്ന് സംഭവിച്ചൊരു സാധനമാണ് പറയുന്നത്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തറിയോ, മൂപ്പർക്ക് ഇത് അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോലും ചെയ്യണത് ശരിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പോയിട്ട് ആ ഇറക്കമുള്ള സ്ഥലം ഉണ്ടല്ലോ, വെള്ളത്തിലേക്ക് ഇറങ്ങണേ, നമുക്കറിയില്ലല്ലോ, നമ്മൾ മൂപ്പര് പറയുന്ന പോലെ ചെയ്യുള്ളൂ. എന്നിട്ട് അത് അവിടെ നിന്ന് ചെയ്ത് എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒരാൾ ചോദിക്കുക, നിങ്ങളെ കൂടെയുള്ള ആൾ കർമ്മം ചെയ്യുന്ന ആളാണോ? പറഞ്ഞാൽ അതെ. അതിനെന്തോ മാനസിക കംപ്ലൈൻറ്റ് ഉണ്ടോ, ആ നിന്ന സ്ഥലം കണ്ടോ അവിടെ ചെയ്യാൻ പാടില്ല. ആ എന്നിട്ട് പിന്നെ ഭയങ്കര സീനായി. അങ്ങനെ ഒരു ഫുള്ള് റോങ്ങായി മൂപ്പരോട്. അങ്ങനെ മൂപ്പരെ വേറെ ഇറ്റുണ്ട്. മൂപ്പര് ടെക്നിക്കൽ മന്ത്രവാദി കേട്ടോ. അങ്ങനെ അല്ലല്ല, ഗ്രാൻഡ് സ്റ്റോറിയാ. എൻ്റെ ഒരു കസിൻ തന്നെ പറഞ്ഞു തന്നു എന്നോട്. ഇത് കുറച്ച് ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവും കേട്ടോ, നിങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞാലേ രസം ഉണ്ടാവുള്ളൂ. ഇയാള് പണ്ട് ബാധ ഒഴിപ്പിക്കുന്ന പരിപാടിയില്ലേനോ, ബാധ ഒഴിപ്പിക്കൽ അങ്ങനത്തെ സ്കീം സാധനങ്ങൾ. അങ്ങനെ ഒരു മാനസിക, അതായത് സംഭവം എന്താ വെച്ചാൽ ടെക്നിക്കലി ഈ മാനസിക പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുക. അങ്ങനെ ഇയാൾ ഇതേപോലെ ഒരു വീട്ടിൽ ബാധ ഒഴിപ്പിക്കാനുള്ള രൂപത്തിൽ പോയല്ലോ. അപ്പോൾ ആ വീട്ടിൽ മാനസിക രോഗമുള്ളൊരു അമ്മ ഉണ്ട്, അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ അമ്മയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർക്കും ആണ്. അപ്പോൾ മൂപ്പത്തിക്ക് ഇതേമാതിരി ചെറിയ ഈ സൈക്കിക് പ്രശ്നങ്ങളാണ്, അതിനെ പേര് ഇങ്ങനെ മുതലെടുക്കാണല്ലോ ചെയ്യുക. അപ്പോൾ ഇയാൾ ട്രൈ വന്നു. അപ്പോൾ ഇതിങ്ങനെ പുറത്ത് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് ഇറക്കി കൊണ്ടുവരും, അങ്ങനെ എന്തോ ഉണ്ടല്ലോ. അപ്പോൾ വടിയെടുത്തിട്ട് ഇയാൾ പറഞ്ഞൊരു ആരും വരരുത്, ഞാൻ പോയിട്ട് ആളോട് സംസാരിച്ച് ഇറക്കും, അങ്ങനെ എന്തോ അതൊക്കെ അതിൻ്റെ ആ പരിപാടീൻ്റെ ഭാഗമാണ്. ഇയാൾ മെലിഞ്ഞ ചെറിയൊരു മനുഷ്യനാണ്, ഹൈറ്റൊന്നും ഇതില്ല, പക്ഷെ ഭയങ്കര വായിലെന്നാവും, ഭയങ്കര ഇതാണ്. ഇങ്ങനെ എന്തൊക്കെയോ കളിയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഒക്കെ കോമഡിയാണ്. ഞാൻ പറയാം കേട്ടോ, നമുക്കറിയില്ലത് ഇതെങ്ങനെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോയി അങ്ങനെ റിയാക്ട് ചെയ്യാന്ന്. ഇയാൾ പോയിട്ടേ 2 റൂമിൽ, ആ മറ്റേ റൂമിൽ ഈ അമ്മയ്ക്ക് സുഖമില്ലാതെ അടച്ചിട്ടതാ. ഇതിൻ്റെ അപ്പുറത്ത് ഈ ചെറിയ പെണ്ണിന് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടാവാണ്ട് അവിടെ കിടക്കുക. അപ്പോൾ അവിടുന്ന് വിളിച്ച് കൊണ്ടുവരും. എന്താ ചെയ്യണ്ടേ, ഇയാൾ വടിയെടുത്ത് പോയിട്ട് റൂം മാറിപ്പോയി. ഈ മാനസിക പ്രശ്നമുള്ള 30 റൂം പോയിട്ട് തുറന്ന അവിടെ പറഞ്ഞു, ഇറങ്ങടിന്ന്. ആരാണോ നായിൻ്റെ പറയാൻ എന്നെ ഇറക്കാം എൻ്റെ വീട്ടിൽ നിന്ന്. അയ്യോ, ആളെ പേരൊന്നും അറിയില്ല. എന്നിട്ട് ബാക്കി നിന്നിട്ട് അതൊന്നല്ല, ഇത് സെൻസർ ചെയ്ത സാധനം ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ മോള് വേറെ സാധനമുണ്ട്. എന്നിട്ട് ഓടിച്ചോലോ, അതാണ് സ്റ്റോറി. വണ്ടിയെടുത്ത് ചെന്ന് വാതിൽ തുറക്കാൻ പാടെ ഇറങ്ങടിന്ന് പറഞ്ഞാലും റൂം മാറിപ്പോയി. ഈ മാനസിക പ്രശ്നമുള്ള 30 ഫ്ലാറ്റ് മാനസിക പ്രശ്നമുള്ള 30 അവിടെ പോയിട്ട് പറഞ്ഞു ഇറങ്ങട്ടീന്ന്. പൂരത്തെറിയാലോ, എന്താ പറ്റിയത്, എന്താ കറങ്ങി പറ്റിയത്, റൂം മാറിപ്പോയത്. അങ്ങനെ കുറേ. ഏതാടെ ട്രെയിന് ഗായ്സ്, സമയം എത്രയായി? 6 മണി അല്ലേ? 6 മണിയായോ? 5:34. ഈ സമയത്ത് ഏത് ട്രെയിനാണ് പോകുള്ളത്? മറ്റേ സാധനത്തിൻ്റെ പേരെന്തേനി? AC വന്ദേ ഭാരത്. അതിൽ നമുക്കൊരു ദിവസം നമ്മളൊന്ന് പ്ലാൻ ചെയ്ത സാധനം കേട്ടോ, അതൊരു കിഡിലും വ്ലോഗാക്കണം. പക്ഷെ ആദ്യം വന്ദേ ഭാരതിൽ കയറാൻ അറിയോ? ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ അതൊന്നുമില്ല. കമാൺ മാൻ, പഴയ കില്ലാടി. ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാണ്ട് ഓക്കെ ഗായ്സ്, അടുത്ത റെയിൽവേൻ്റെ കേസ്. ടിക്കറ്റ് എടുക്കാണ്ട് കയറിയനി പണ്ട് കള്ളവണ്ടി കോളേജിൽ നിന്ന് വരുമ്പോൾ വർഷങ്ങൾ മുമ്പേ അതൊന്നും ഇതിൽ പെടൂല. എന്നിട്ട് ഇതേമാതിരി അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിന്, ഇമാദ് പറഞ്ഞിട്ട്. അവൻ പൈലറ്റൊക്കെ. അപ്പോൾ ഭയങ്കര ഭീകര മനുഷ്യനാണ്. ഞാൻ പ്രതീക്ഷ. ഓക്കെ, കുറച്ച് ഭയങ്കര ഇവനെ ആൾക്കാരെ മുമ്പ് ഇങ്ങനെ ചിരിക്കാണ്ട് ആൾക്കാരെ മൊയന്താക്കുന്ന ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതൊരു ഫണ്ണാണ്. അത് ചെയ്യാൻ പാടില്ല, അതായത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും അന്നത്തെ പ്രായത്തിൻ്റെ ഇവന് എന്നിട്ട് ആൾക്കാരെ മുമ്പ് പോലെ മക്കാറാക്കും. എന്നിട്ട് ഈ ട്രെയിനിൽ ടിക്കറ്റ് വരെ എടുത്തുണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഹിന്ദിക്കാരോട് പോയിട്ട് ഓരോന്ന് ഓല് പോലും അറിയാത്ത ഭാഷയിൽ ഉണ്ടാക്കിയിട്ടൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനമല്ലോ,
എന്നിട്ട് ഒരു ചങ്ങായിനോട് ഇങ്ങനെ പറഞ്ഞു, ഇവൻ ലേസം ബുദ്ധിയുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ഇവന് കുറേ നേരം ഇത് കേട്ടുന്നിട്ട് ഇവൻ അലമ്പുണ്ടാക്കി ലാസ്റ്റ്. എൻ്റെ മോനെ ഇതൊന്നല്ല, ഞങ്ങൾ ഗോവയ്ക്ക് പോയ കഥ ഉണ്ട്. ഓ ഗൈസ്, മാസ്മരിക സ്റ്റോറി. ഇതാ ഞാൻ പറഞ്ഞത്. നമ്മളിത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അല്ല, നമ്മളിങ്ങനെ പറയാൻ നിൽക്കാണ്ടിങ്ങനെ ഓരോ ഷീറ്റ് എടുത്ത് വരുന്ന മാതിരി വരും. ഇതും കൂടി പറഞ്ഞിട്ട് ഇനി അടുത്ത കഥ. ഓക്കെ, ഇതെല്ലാം മോണിറ്റൈസ് ചെയ്യാനുള്ള കഥകളാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ സ്റ്റോറി ബൈ സ്റ്റോറി ആയിട്ട് പറയാം. ഇത് അടിപൊളി സ്റ്റോറിയാണ്. ഇത് ഗോവയിൽ പോയി 2 ഗോവപ്പോക്കുണ്ട്. അതിൽ ഏത് ഗോവപ്പോക്ക് പറയണോ? ആദ്യത്തെ ഗോവപ്പോക്ക് പറയാം. ആദ്യത്തെ ഗോവപ്പോക്ക്, രണ്ടാമത്തെ ഗോവപ്പോക്ക് അതിലും അടിപൊളി സ്റ്റോറി. അത് ഞാൻ പിന്നീട് പറയാം. ഈ ആരും മെസ്സേജ് ഉണ്ടല്ലോ. ഓക്കെ, ഇല്ല ഇതൊന്നുമില്ലല്ലോ. ആദ്യത്തെ ഗോവപ്പോക്ക് എന്താ വെച്ചാൽ ആർക്കും അറിയില്ല. അല്ല, പോവാനറിയില്ല. ഇല്ല വേറെ അല്ല അങ്ങനത്തെ സ്റ്റോറീസ് ആയിട്ടൊന്നും പറയില്ല. അല്ല, അങ്ങനെ അന്നൊന്നും അങ്ങനത്തെ ഒരു സാധനമില്ല. നമ്മൾ ചെറുതല്ലേ. അങ്ങനെ ഞങ്ങൾ ഗോവയ്ക്ക് പോയി. ഗോവയ്ക്ക് പോകുമ്പോൾ സീൻ എന്താ പറയുമെങ്കിൽ, പിന്നെ നമുക്കറിയില്ല. ചെക്കൻ നോക്കട്ടോ, നമ്മൾ വ്ളോഗ് ചെയ്യണ. ഓക്കെ, അല്ല ഗോവയിൽ പോകാന്നൊക്കെ പറയാം. വീട്ടിലുള്ള കോമഡിയാണ്. വീട്ടിൽ ഞാൻ എന്നിട്ട് നമ്മൾ സമ്മതമാകണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഓനെങ്ങോട്ടോ പോകാൻ പറയുന്നുണ്ട് കാരണം അമ്മേനോട് ഞാൻ പറഞ്ഞു മഡ്ഗോൺ എന്ന് പറഞ്ഞു. ഗോവെന്ന് അറിയില്ല, അപ്പോൾ മഡ്ഗോണിലേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എവിടെ സ്ഥലം എന്നൊക്കെ വെച്ച് ഞാൻ പിന്നെ വിഷയം മാറ്റി. അപ്പോൾ അച്ഛനോട് അമ്മ പറഞ്ഞു ഓൻ മഡ്ഗോണ് പോവാന്ന് പറയുന്നുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ അങ്ങനെ ഗോവയിൽ പോവുക. പിന്നെ അന്നങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ നമ്മളെ ടീം ഉണ്ടെങ്കിൽ ആ ടീം ഭയങ്കര ട്രസ്റ്റബിൾ ആൾക്കാരെ, നമ്മളങ്ങനെ ഒരു അലമ്പൊന്നും ഇല്ലാതെ. അങ്ങനെ ഞാനൊരു തള്ളി അറിയാതെ ഞാൻ പറഞ്ഞു ഞാൻ ഇതിൻ്റെ മുമ്പ് ഗോവയിൽ പോയിന്ന് പറഞ്ഞു. ഞാൻ ഗോവയിൽ പോയെന്ന് പറഞ്ഞു. ഓക്കെ, എന്നെ പിടിച്ചോല്. ഗോവയിലെത്തിയപ്പോൾ പോയില്ലെന്ന് മനസ്സിലായി. റെയിൽവേ സ്റ്റേഷൻ പോലും അറിയില്ലല്ലോ. നമ്മളെ കൂടത്തിൻ്റെ ചങ്ങായിൻ്റെ ഓൻ്റെതാണ് മേജർ വിറ്റ്. ആളെ പേരൊന്നും പറയുന്നില്ല. ഇവനോട് പറഞ്ഞ് ഇവന് ഹിന്ദി അറിയാം. മറ്റേ പട്ടാണി ആ ടൈപ്പാണ്, നമ്മളെ ആദിൽ ഖാൻ്റെ സാധനം. അപ്പം ഹിന്ദി നല്ലോണം പറയുവേ. എടാ ഇത് എന്താടത്, എത്ര നേരമാണത്? ഇത് ആൾക്കാർ വേറെ എന്തെങ്കിലും നിർത്തിയിട്ടാണോ മോനെ? ഓക്കെ 11 മിനിറ്റ്. അല്ല അങ്ങനെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് അതിൽ ഒരുത്തൻ ദുബായിൽ നിന്ന് വന്നതാണ്. അങ്ങനെ അവന് ദുബായിൽ നിന്ന് വന്നതിൻ്റെ ചിലവ് എന്നിട്ട് ഗോവയിൽ പോകാം. ഗോവയിൽ പോയി. ഗോവയിലെത്തിയപ്പോൾ എന്നെ പിടിച്ച്